ഇലക്ഷനിൽ ആർക്ക് വോട്ട് ചെയ്യണം, ആർക്ക് വോട്ട് ചെയ്താലും ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്താലും ജനനന്മയെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവർ വളരെ ചുരുക്കമാണ്. ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയല്ലോ ഇവരൊക്കെ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നത്. സ്വന്തം പീശ വീർപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ബിസിനസ് ആണ് രാഷ്ട്രീയം. വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്ന ആൾ ആരെന്നറിയാതെ വോട്ട് കൊടുക്കേണ്ടി വരുന്ന ഒരു ജനതയുടെ നിസ്സഹായ അവസ്ഥ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെയാണ് നഷ്ടമാക്കുന്നത്. ഒരിക്കൽ പോലും നാടിനു വേണ്ടി ഒരു നന്മയും ചെയ്യാത്തവർ സ്ഥാനാർത്ഥികളായി വരുമ്പോൾ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളാണ് ഇല്ലാതാവുന്നത്. ഇത് തിരിച്ചറിയുന്ന പാവപ്പെട്ട ജനതയുടെ മനോവികാരങ്ങളെ ആൾക്കൂട്ട ബഹളങ്ങളിൽ ഇല്ലാതാക്കാനും ഇത്തരക്കാർക്ക് കഴിയും. കൃത്യമായ PR വാക്കുകളിലൂടെ മതവും രാഷ്ട്രീയവും പാഠപുസ്തകങ്ങളിലും നോട്ടുകളിലും ഒളിച്ചു കിടത്തുമ്പോൾ പൗരധർമ്മത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന പരമ്പരകളായി മാറുന്നു ഇവിടം. ജനനന്മയ്ക്ക് വേണ്ടിയുള്ള ഏത് പദ്ധതികൾ കൊണ്ടുവന്നാലും അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരോ ഉദ്യോഗസ്ഥന്മാരോ ചെയ്യുന്നില്ല. ഏത് പദ്ധതികൾ കൊണ്ടുവന്നാലും അതിൽ 50% അടിച്ചു മാറ്റുന്ന സർക്കാർ ശിങ്കടികളുടെ കൂട്ടായ്മയുടെ കരുത്താണ് പാർട്ടിക്കാരുടെ വിജയം എന്ന് നമുക്ക് പറയാം. അത് ജനങ്ങളുടെ വിജയം അല്ല. ഒരു പഞ്ചായത്ത് ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ പോയി അടിയാളന്മാരെ പോലെ ആഴ്ചകളോളം ക്യൂ നിൽക്കേണ്ടി വരുന്ന പട്ടിണി പാവങ്ങളുടെ കണ്ണീരിന്റെ ദൃശ്യങ്ങൾ നിത്യവും കാണുന്ന ഒരു രാജ്യത്ത് ജനാധിപത്യം വാഴുമെന്ന മിഥ്യാധാരണയിൽ നമുക്ക് ആർത്തുല്ലസിക്കാം, വോട്ട് ചെയ്യാം. പക്ഷേ ആർക്കു വേണ്ടി? നമ്മളെ അറിയാത്ത, ജനങ്ങളെ അറിയാത്ത, പാവപ്പെട്ടവരെ ഒരിക്കൽ പോലും സഹായിക്കാത്ത, പേര് മാത്രം നോട്ടീസിൽ കാണുന്നവർക്ക് വേണ്ടി നമുക്ക് വോട്ട് ചെയ്യാം.